പ്രധാനപ്പെട്ട വാർത്ത കെ.സി. വേണുഗോപാൽ അവകാശവാദം ഉന്നയിച്ചു എന്നതാണ്. എംഎൽഎമാരുടെ പിന്തുണയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് കെ.സി. വേണുഗോപാൽ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. എംഎൽഎമാരുടെ വികാരം കേരളത്തിന്റെ വികാരമാണ് എന്നും കെ.സി. വേണുഗോപാൽ നിലപാടെടുത്തിരിക്കുന്നു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, വജ്രായുധം പുറത്തെടുത്തിരിക്കുന്നു കെ.സി. വേണുഗോപാൽ. മധു, കെ.സി. വേണുഗോപാൽ എന്താണെങ്കിലും വജ്രായുധം തന്നെ പുറത്തെടുത്തിരിക്കുന്നു. എംഎൽഎമാരുടെ വികാരമാണ് പാർട്ടിയുടെ വികാരം എന്ന് കൃത്യമായി തന്നെ ജനങ്ങളുടെ വികാരം എന്ന് കെ.സി. വേണുഗോപാൽ ഈ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട നീക്കമാണ് കെ.സി. വേണുഗോപാലിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എംഎൽഎമാരുടെ പിന്തുണ പൂർണ്ണമായും തനിക്കാണ് എന്ന് നേരത്തെ തന്നെ കെ.സി. ഉറപ്പിച്ചിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ യോഗത്തിലും അക്കാര്യം കെ.സി. കൃത്യമായി തന്നെ അവതരിപ്പിക്കുകയാണ്. എംഎൽഎമാർ പൂർണ്ണമായും തന്നെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളം പിന്തുണയ്ക്കുന്ന സമീപനമാണ് സമമാണ് എന്നൊരു നിലപാടാണ് എന്താണെങ്കിലും കെ.സി. പങ്കുവയ്ക്കുന്നത്. കെ.സി. വേണുഗോപാൽ ആ അവകാശവാദം ഉന്നയിക്കുമ്പോൾ താൻ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഉണ്ട്, ഒരു ഘട്ടത്തിലും താൻ പുറകോട്ടില്ല എന്ന് വ്യക്തമാക്കുക കൂടിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ. എന്താണെങ്കിലും കെ.സി. വേണുഗോപാലിന്റെ അവകാശവാദത്തിന് അംഗീകാരം ഹൈക്കമാൻഡ് നൽകുമോ, മറ്റ് രണ്ടു പേർ അതിന് വഴങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 1 മില്യൺ ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സമ്മതിക്കുമോ? അവർ ഈ നീക്കത്തിന് അനുനയ നീക്കത്തിന് വഴങ്ങിക്കൊണ്ട് പൂർണ്ണമായും പാർട്ടിക്കൊപ്പം വഴങ്ങുകയാണെങ്കിൽ എത്രയും വേഗം ആ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ചർച്ചകൾ അല്പം നീണ്ടുപോകും എന്ന് അറിയാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പ്രതിഷേധങ്ങളിലും കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ ചില നിലപാടുകളുണ്ട്. പ്രത്യേകിച്ച് തെരുവിലേക്ക് പ്രതിഷേധം കൊണ്ടുപോകാൻ തങ്ങൾക്കും കഴിയുമായിരുന്നു എന്ന നിലപാട് ഒരുപക്ഷെ ഈ നേതാക്കൾ പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ അത് പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അച്ചടക്കം ഉള്ള കാര്യം, പ്രത്യേകിച്ച് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക നിലപാടൊക്കെ കൃത്യമായി ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ തെരുവിലേക്കൊന്നും പ്രവർത്തകർ, കെ.സി. വേണുഗോപാലിന്റെ അനുയായികൾ അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധങ്ങളായി ഇറങ്ങാതിരുന്നത്. അത് പാർട്ടിയോടുള്ള അച്ചടക്കത്തിന്റെ ഭാഗമാണ് നടക്കുമുള്ള കാര്യങ്ങളും എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കും. ഇതൊക്കെ ഹൈക്കമാൻഡിൽ സ്വാധീനം ഉണ്ടാക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് നിലവിൽ കെ.സി. വേണുഗോപാലിനുള്ള പിന്തുണ, ആ പിന്തുണയെ ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നു. അതിന് എംഎൽഎമാർ കൂടി പിന്തുണ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പ്രഖ്യാപനം കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതായിരിക്കും. അതല്ല, കൂടുതൽ ചർച്ചകൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ, സമവായ ഫോർമുലകൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമവായ ഫോർമുലകൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. ആ അന്തിമ തീരുമാനത്തേക്ക് എത്തും. എന്താണെങ്കിലും എംഎൽഎമാരുടെ പിന്തുണ പ്രഥമ പരിഗണനയായി തന്നെ ഏറ്റെടുക്കണം, പ്രഥമ പരിഗണനയെ തന്നെ കാണണം എന്ന നിലപാടാണ് കെ.സി. വേണുഗോപാൽ ഈ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. കെ.സി. വേണുഗോപാൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. ചർച്ചയ്ക്കിടയിൽ എംഎൽഎമാരുടെ അഭിപ്രായം, എംഎൽഎമാരുടെ ഭൂരിപക്ഷമാണ് വിലക്കെടുക്കേണ്ടത് എന്ന് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്കിടയിൽ നിലപാടെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്.